തോറ്റു തുടങ്ങിയ മുംബൈയെ നിങ്ങൾ അവഗണിച്ചിട്ടുണ്ടോ? എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. എന്നൊക്കെ കിരീടമുയർത്തിയിട്ടുണ്ടോ അന്നൊക്കെ തോൽവിയോടെ തുടങ്ങിയാണ് മുംബൈയുടെ ശീലം. ദൈവത്തിന്റെ പോരാളികൾക്ക് അങ്ങനെയൊരു ചരിത്രമുണ്ട്. എതിരാളികൾ എഴുതിത്തള്ളി മതിമറക്കുന്ന വേളയിൽ മുംബൈ വജ്രായുധങ്ങൾ ഒന്നൊന്നായി തൊടുക്കും. അത് ചിലപ്പോൾ സംഹാരമൂർത്തിയാകുന്ന ഹിറ്റ്മാൻ ആകാം, ഉദിച്ചുയരുന്ന സൂര്യകുമാർ യാദവ് ആകാം, 140 മുകളിൽ വേഗതയിലെത്തുന്ന യോർക്കറുമായി ബൂം ബൂം ബുംറയാകാം, എവിടെയും ആരും പേരെഴുതി വെച്ചിട്ടില്ലാത്ത ഒരു അൺക്യാപ്ഡ് താരമാകാം. അതാണ് മുംബൈ ഇന്ത്യൻസ്. വരികയാണ് മുംബൈ 7ാം ഫൈനൽ ലക്ഷ്യമിട്ട്. ചരിത്രത്തിന്റെ താളുകളിൽ മുംബൈ ഇന്ത്യൻസിന് ഇങ്ങനെ അവകാശവാദങ്ങൾ ഏറെയുണ്ട്. അവകാശപ്പെട്ടതൊക്കെ യാഥാർത്ഥ്യമാക്കിയ പോരാട്ടങ്ങളും ഏറെ. 5 കിരീടം അതിനുള്ള തെളിവ്. എന്നാൽ ചരിത്രം തിരുത്തി ശീലിച്ച ശ്രേയസ് അയ്യർ മുന്നിലെത്തുമ്പോൾ മുംബൈയും കരുതിയിരിക്കണം. ഇന്ത്യൻ ക്രിക്കറ്റിൽ ഒരു ഗോഡ്ഫാദറിന്റെയും പിൻബലമില്ലാതെയാണ് ശ്രേയസ് അയ്യർ ഓരോ നേട്ടവും വെട്ടിപ്പിടിച്ചത്. IPL-ൽ ഡൽഹിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ നായകനായാണ് ആദ്യം ചരിത്രത്തിൽ ഇടം നേടിയത്. പ്ലേ ഓഫ് കാണാതെ 7 വർഷം കാത്തിരുന്ന ഡൽഹിയെ അവസാന നാലിലെത്തിച്ചു ശ്രേയസ്. തൊട്ടടുത്ത സീസണിൽ ഡൽഹിക്ക് ചരിത്ര ഫൈനലിൽ ഇടം. ഡൽഹി കൈവിട്ടപ്പോൾ കൊൽക്കത്തയിൽ, അവിടെയും മികവ് തുടർന്നു. കൊൽക്കത്തയെ 10 വർഷത്തിന് ശേഷം കിരീടത്തിലെത്തിച്ചു ശ്രേയസ്. എന്നാൽ ആരും ശ്രേയസിലെ ക്യാപ്റ്റനെ മനസ്സിലാക്കിയില്ല. പഞ്ചാബിലെത്തിയപ്പോഴും ആരാധകർ ആദ്യ കിരീടം സ്വപ്നം കാണുന്നത് അമരത്ത് ശ്രേയസ് അയ്യർ ഉള്ളതുകൊണ്ടുകൂടിയാണ്. ശ്രേയസ് വരുമ്പോൾ ചരിത്രം വഴിമാറുമെന്ന പ്രതീക്ഷ, ആദ്യ കിരീടം കൈയടക്കാമെന്ന സ്വപ്നം. അവിശ്വസനീയ കുതിപ്പിന്റെ ആവേശത്തിലാണ് മുംബൈ ആരാധകർ. സീസണിൽ വൻ തിരിച്ചുവരവ് നടത്തിയ മുംബൈക്ക് ഇടവേളയ്ക്ക് ശേഷമുള്ള ഏറ്റവും വലിയ ആശങ്ക പകരക്കാരുടെ ഫോമായിരുന്നു. എന്നാൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം ജോണി ബെയർസ്റ്റോ ചേർന്നപ്പോൾ മുംബൈക്ക് കിട്ടിയത് വെടിക്കെട്ട് തുടക്കം. കരിയറിലെ നാഴികക്കല്ലുകൾ ഒന്നൊന്നായി പിന്നിട്ട് മുന്നേറുന്നു രോഹിത് ശർമ്മ. എതിരാളികളെ തടയാനാകാതെ ആശങ്കപ്പെടുമ്പോൾ അവതരിക്കാൻ ബുംറ എന്ന ആയുധമുണ്ട് ഹാർദിക്കിന്റെ കയ്യിൽ. പ്ലേ ഓഫിൽ വാഷിംഗ്ടൺ സുന്ദറിനെ വീഴ്ത്തിയ യോർക്കർ മതിയാകും ബുംറയെ എന്തുകൊണ്ട് വിലമതിക്കാനാകാത്ത താരമെന്ന് വിശേഷിപ്പിക്കുന്നു എന്നതിന്റെ ഉത്തരം. സൂര്യകുമാർ റൺവേട്ട തുടരുന്നു. തിലക് വർമ്മയും ക്യാപ്റ്റൻ ഹാർദിക്കും ഫോമിൽ. ബൗളിംഗിൽ ബുംറയ്ക്കൊപ്പം ട്രെന്റ് ബോൾട്ടിനെയും കരുതിയിരിക്കണം പഞ്ചാബ്. സ്പിൻ അറ്റാക്കിന് മിച്ചൽ സാന്നർ. ഫോമിലില്ലാതെ ആരുമില്ലെന്നത് തന്നെ മുംബൈയുടെ കരുത്ത്. RCBയോട് അവിശ്വസനീയമായി തകർന്നടിഞ്ഞ നിരാശയിലാണ് പഞ്ചാബ് കിങ്സ് 2ാം ക്വാളിഫയറിന് എത്തുന്നത്. വെറും 101 റൺസിന് ഓൾ ഔട്ടായ പഞ്ചാബ് നേരിട്ടത് 8 വിക്കറ്റിന്റെ വൻ തോൽവി. ശ്രേയസ് അയ്യരെയും സംഘത്തെയും പക്ഷേ എഴുതിത്തള്ളാനാവില്ല മുംബൈക്ക്. പ്രിയാൻ ഷാരിയ പ്രഭ്സിമറൻ സഖ്യം മികച്ച തുടക്കം നൽകിയാൽ എന്തിനു പോന്ന സംഘമുണ്ട് പിന്നിൽ. ജോഷ് ഇംഗ്ലിസ്, ക്യാപ്റ്റൻ ശ്രേയസ് അയ്യർ, മാർക്കസ് ടോയിനിസ്, നെഹാൽ വധേര, ശശാങ്ക് സിംഗ്, അസ്മത്തുള്ള ഒമർസായി. വൻ സ്കോറിലെത്താൻ വേണ്ടതെല്ലാം പഞ്ചാബിനുണ്ട്. ബൗളിംഗിലും ഓൾറൗണ്ടർമാരുടെ സാന്നിധ്യം നൽകുന്ന മുൻതൂക്കമുണ്ട് പഞ്ചാബിന്. നേർക്കുനേർപ്പോരിൽ നേരിയ മുൻതൂക്കം മുംബൈ ഇന്ത്യൻസിന്. 33 മത്സരങ്ങളിൽ 17 തവണ മുംബൈയും 16 മത്സരങ്ങളിൽ പഞ്ചാബും ജയിച്ചു. പക്ഷേ സീസണിൽ നേർക്കുനേർ വന്നപ്പോൾ 7 വിക്കറ്റിന് പഞ്ചാബിനായിരുന്നു ജയം. ഒരു പിഴവ് മുംബൈയുടെ ജൈത്രയാത്രയ്ക്ക് അന്ത്യം കുറിക്കും. ഒരു വീഴ്ച പഞ്ചാബിന്റെ കിരീട സ്വപ്നം അകറ്റും. ജയം മാത്രം ലക്ഷ്യം. ജീവൻ മരണ പോരാട്ടം ഇവിടെ ഇല്ലെങ്കിൽ പഞ്ചാബിന് ഇനിയൊരവസരമില്ല. അഹമ്മദാബാദിലെ സൂപ്പർ പോരിൽ ആര് നേടും, ആര് വീഴും, ആരാകും RCBയുടെ എതിരാളികൾ?